രാമ 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 ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശിഷ്യന്മാരോട് ചേർന്ന വാത്മീകി മുനി നാരദ മഹർഷിയെ പൂജിച്ചു. സന്തുഷ്ടനായ നാരദൻ അവരെ അനുഗ്രഹിച്ചിട്ട് നാരായണനാമം ജപിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് യാത്രയായി. അദ്ദേഹം ആകാശത്ത് അപ്രത്യക്ഷനായി. അല്പനേരം വാത്മീകി ചിന്തയിലാണ്ടു. ശ്രീരാമചന്ദ്രൻ്റെ കഥ ഒരു കാവ്യരൂപത്തിൽ രചിക്കണമെന്ന് മനസ്സിൽ ഉറച്ചു. അദ്ദേഹം ശിഷ്യന്മാരിൽ പ്രധാനിയായ ഭരദ്വാജനെ വിളിച്ച് ഗംഗയുടെ സമീപത്തു തന്നെയുള്ള തമസാ നദിയുടെ തീരത്തേക്ക് നടന്നു. മാലിന്യമൊന്നുമില്ലാതെ പരിശുദ്ധമായിരിക്കുന്ന നദിയുടെ കടവിൽ അദ്ദേഹവും ശിഷ്യനും എത്തി. നദിയിലെ തെളിനീർ കണ്ട് മഹർഷി പറഞ്ഞു, ഭരദ്വാജ, നിർമ്മലമായ ഈ തീരം നോക്കൂ. നല്ല മനുഷ്യരുടെ ഹൃദയം പോലെ തെളിഞ്ഞ ജലം. നിന്റെ കയ്യിലെ കുടം ഇവിടെ വയ്ക്കൂ. മരവുരി ഇങ്ങു തരൂ. നിർമ്മലവും രമണീയവും പ്രസന്നവുമായ ഈ കടവിൽ ഇറങ്ങി കുളിക്കാം. ഉത്തമ ശിഷ്യനായ ഭരദ്വാജൻ മഹർഷിയുടെ വാക്കുകൾ കേട്ട് മരവുരി കൊടുത്തു. വാൽമീകി വൽക്കലം വാങ്ങി അല്പനേരം ചിന്തിച്ച് നിന്നിട്ട് വിശാലമായ വനത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് തമസാ നദിയുടെ കരയിലൂടെ അല്പം നടന്നു. ഒരു മരക്കൊമ്പിൽ കളകൂജനത്തോടെ ഇണപിരിയാതെ ഇരിക്കുന്ന 2 ക്രൗഞ്ചപ്പക്ഷികളെ അദ്ദേഹം കണ്ടു. അവരുടെ ഉരുമ്മിയുള്ള ആ ഇരിപ്പിൽ മാമുനിക്ക് സ്നേഹം തോന്നി. പെട്ടെന്ന് ഒരു അമ്പ് വന്ന് ആൺപക്ഷിയുടെ ദേഹത്തിൽ തുളച്ചു കയറി അത് പിടഞ്ഞ് താഴെ വീണു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ വാത്മീകി മഹർഷി കണ്ടത് വില്ലു കുലച്ചു നിൽക്കുന്ന ഒരു കാട്ടാളനെയാണ്. ആൺപക്ഷി ചോരയിൽ കുതിർന്ന് തറയിൽ കിടന്ന് പിടയുന്നത് കണ്ട് പെൺപക്ഷി അലമുറയിട്ട് കരഞ്ഞു. ആൺപക്ഷിയുടെ ചലനം നിലച്ചു. നിലവിളിക്കുന്ന പെൺപക്ഷിയെയും ചലനമറ്റ ആൺപക്ഷിയെയും കണ്ട് മഹാമുനിയുടെ ഹൃദയം തകർന്നു. ബ്രഹ്മർഷി വാത്മീകിയുടെ ഹൃദയം തരളിതമായി. കാട്ടാളൻ്റെ അധർമ്മ പ്രവൃത്തി ഉഗ്രതപോനിധിയായ അദ്ദേഹത്തിൽ പരിവർത്തനമുണ്ടാക്കി. പെട്ടെന്ന് കാട്ടാളനോട് അദ്ദേഹത്തിന് കോപമുണ്ടായി. അദ്ദേഹം കാട്ടാളനെ നോക്കി ക്രുദ്ധമായി പറഞ്ഞു, മാ നിഷാദ പ്രതിഷ്ഠാം ത്വഗമഹ ശാശ്വതീം സമാഹ യൽ ക്രൗഞ്ചമിഥുനാദേഹമവധീം കാമമോഹിതം. ഹേ കാട്ടാള, ക്രൗഞ്ചപക്ഷികളിൽ കാമമോഹിതനായ ഒന്നിനെ നീ നിഗ്രഹിച്ചതിനാൽ അനശ്വരമായ ജീവിതം നിനക്ക് ലഭിക്കുന്നതല്ല, അഥവാ ജീവിക്കുവാൻ തന്നെ നീ അർഹനല്ല. പ്രിയ വായനക്കാരെ, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും സുപരിചിതമാണ്, പ്രചുരവുമാണ്. അല്ലയോ നിഷാദ, അല്ലെ കാട്ടാള, നീ ഇണചേർന്നിരിക്കുന്ന ക്രൗഞ്ചപക്ഷികളിൽ ഒന്നിനെ അമ്പെയ്തു കൊന്നു. അതിനാൽ നിനക്ക് നിലനിൽപ്പുണ്ടാകാതെ പോകട്ടെ. ഈ ശ്ലോകത്തിന് പല വിധത്തിലുള്ള അന്വയാർത്ഥങ്ങളും ഉണ്ടായിട്ടുണ്ട്.
ഇനി ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥമെന്താണെന്ന് നോക്കാം. അല്ലയോ മാനിഷാദ, ഇവിടെ അർത്ഥം മഹാവിഷ്ണു, രാമ എന്നിങ്ങനെയും ക്രൗഞ്ചമിഥുനങ്ങളിൽ നിന്ന് ഇവിടെ മണ്ഡോദരിയും രാവണനുമാകുന്ന മിഥുനങ്ങൾ എന്ന അർത്ഥത്തിൽ കാമമോഹിതനായ ഏകനെ രാവണനെ നീ വധിച്ചു. അതിനാൽ യുഗാന്തകാലം വരെ നീ നിലനിൽപ്പിനെയും ആനന്ദത്തെയും ഐശ്വര്യത്തെയും അനുഭവിച്ചാലും. മാ നിഷാദ എന്ന വാക്കിന് മഹാവിഷ്ണുവെന്നും അർത്ഥം എങ്ങനെ വന്നുവെന്ന് നോക്കാം. മാ എന്നാൽ ലക്ഷ്മി ദേവി എന്നാണ്. നിഷാദൻ എന്നാൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. അതിനാലാണ് മാ നിഷാദൻ എന്നാൽ ലക്ഷ്മി ദേവിയുടെ ഉള്ളവൻ എന്ന അർത്ഥം. ഇവിടെ മഹാവിഷ്ണുവെന്നാൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ തന്നെ. ഈ ശ്ലോകത്തിന് മൂന്നാമതൊരു അർത്ഥം ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അല്ലയോ നിഷാദ, നിഷാദം ചെയ്യുന്നവൻ, പീഡിപ്പിക്കുന്നവൻ എന്നാണ്. നിഷാദൻ ഇവിടെ രാവണൻ എന്നാണ് അർത്ഥം. നീ ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ, ഇവിടെ ക്രൗഞ്ചം എന്ന വാക്കിന് അർത്ഥം ക്ഷീണിച്ചത് എന്നാണ്. രാജ്യം നഷ്ടപ്പെട്ട് വനവാസം അനുഭവിച്ച് ആകെ പരിക്ഷീണിതനായ രാമനും സീതയുമാകുന്നു ആ ക്രൗഞ്ചമിഥുനങ്ങൾ. അതിലൊന്നിനെ, സീതയെ അപഹരിച്ചു. അതിനാൽ ഏറെക്കാലം നിനക്ക് ജീവിക്കുവാൻ ഇടയാകാതെ പോകട്ടെ. ഇനി പറയുന്നത് നാലാമത് ഒരു അർത്ഥമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലയോ നിഷാദ രാമ, നീ ക്രൗഞ്ച മിഥുനങ്ങളിൽ നിന്നും രാവണനും മണ്ഡോദരിയും കാമാവേശനായ ഒന്നിനെ, രാവണനെ നിഗ്രഹിച്ചു. ആകയാൽ നിനക്ക് ഭാര്യാസമേതനായി ഏറെക്കാലം കഴിഞ്ഞുകൂടുവാൻ ഇടയാവുകയില്ല. നാലാമത് പറഞ്ഞ അർത്ഥമനുസരിച്ചാണെങ്കിൽ മാനിഷാദ എന്ന ശ്ലോകം വാത്മീകിയുടെ നാവിൻതുമ്പിൽ നിന്നും അടർന്നു വീണത് രാവണവധാനന്തരം രാമൻ സീതാസമേതനായി അയോധ്യയിൽ ചേർന്നതിന് ശേഷമായിരിക്കാം. ഈ ശ്ലോകത്തിന് മേൽപ്പറഞ്ഞ 4 വിധ അർത്ഥങ്ങൾ പറഞ്ഞുവെങ്കിലും കൂടുതൽ ചിന്തിച്ചാൽ അനേകം അർത്ഥങ്ങൾ കണ്ടെത്താവുന്നതാണ്. വാത്മീകി മഹർഷിയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഈ 4 വരി ശ്ലോകം അടർന്നു വീണു. കാട്ടാളനെ നോക്കി ഇത്രയും പറഞ്ഞപ്പോഴേക്കും മഹാവിജ്ഞാനിയും ബുദ്ധിമാനുമായ മഹർഷിക്ക് തോന്നി, ഈ പക്ഷിയെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിന് ഇത്രമാത്രം അലിവുണ്ടാകുവാൻ കാരണമെന്താണ്? ചിന്തയിലാണ്ട മുനി ശിഷ്യനോട് പറഞ്ഞു, ഭരദ്വാജ, അത്യധികം ദുഃഖത്തോടെ എൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ടത് വീണയുടെ ശ്രുതി ചേർന്ന തുല്യാക്ഷരങ്ങളോട് ചേർന്ന 4 വരികളുള്ള ശ്ലോകമാണ്. ചിന്തയുടെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു, സംശയമില്ല, അത് ശ്ലോകമായി ഭവിച്ചതാണ്. ഗുരുവിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകൾ കേട്ടപ്പോൾ ശിഷ്യന് അതിയായ സന്തോഷമുണ്ടായി. വാൽമീകി മുനി തമസാ നദിയിലിറങ്ങി ശാസ്ത്രവിധിയനുസരിച്ച് കുളിച്ചു. ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോഴും മുനിയുടെ ഹൃദയത്തിൽ ആ ക്രൗഞ്ചപക്ഷികളെ പറ്റിയുള്ള ചിന്തകളാണ് നിറഞ്ഞിരുന്നത്. വിജ്ഞാനിയായ പ്രിയ ശിഷ്യൻ തമസാ നദിയിലെ ജലം കുടത്തിലെടുത്തുകൊണ്ടാണ് ആശ്രമത്തിലേക്ക് മഹർഷിയോടൊപ്പം വന്നത്. ആശ്രമത്തിൽ ശിഷ്യന്മാർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഏകാഗ്രത കൈവിടാതെ മുനിയുടെ മനസ്സ് പിടഞ്ഞു. ആൺപക്ഷിയും പിടച്ചിലും പെൺപക്ഷിയുടെ ദീനമായ കരച്ചിൽ മനസ്സിൽ തങ്ങി നിന്നു. അങ്ങനെയിരിക്കെ സ്വയംഭൂവും ലോകവിധാതാവും തേജോമയനുമായ ബ്രഹ്മാവ് വാത്മീകിയുടെ ആശ്രമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനെ കണ്ട് വാത്മീകി വെമ്പിച്ചെഴുന്നേറ്റ് തൊഴുതു നിന്നു. അദ്ദേഹം
സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നെ അതിവേഗത്തിൽ വേണ്ട പൂജകൾ ചെയ്ത് ബ്രഹ്മാവിനെ ആസനസ്ഥനാക്കി നമസ്കരിച്ചു. ബ്രഹ്മാവിൻ്റെ കൽപ്പന പ്രകാരം മഹർഷി അടുത്തിരുന്നു. അപ്പോഴും മഹർഷിയുടെ ഉള്ളിൽ തമസാ നദീതീരത്തു കണ്ട രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രക്തം വാർന്നു പിടയുന്ന ആൺപക്ഷി, ദീനമായി വിലപിക്കുന്ന പെൺപക്ഷി. വാത്മീകിയുടെ ഹൃദയം ഇങ്ങനെ മന്ത്രിച്ചു: ദുഷ്ടനായ കാട്ടാളൻ ചെയ്തത് വലിയ കടുപ്പം തന്നെ. മധുരനാദത്തോടു കൂടിയ ആ ക്രൗഞ്ചപക്ഷിയെ അകാരണമായി ആർക്കാണ് കൊല്ലുവാൻ കഴിയുക? ആ കലാഹൃദയനായ യതീന്ദ്രൻ്റെ നാവിൽ നിന്നും വീണ്ടും മാ നിഷാദ എന്ന ശ്ലോകം പുറപ്പെട്ടു. നിഷാദൻ്റെ ആത്മാവിനെ അവസാനിപ്പിച്ച ശാപാർത്ഥമല്ല ഇപ്പോൾ ആ ശ്ലോകത്തിൽ തോന്നിയത്. ലക്ഷ്മീദേവിയുടെ ഇരിപ്പിടമായവനെ ശ്രീരാമചന്ദ്ര, രാക്ഷസന്മാരിൽ അതികാമിയായ രാവണനെ സംഹരിച്ച അവിടുത്തേക്ക് എന്നും നശിക്കാത്ത ശ്രേയസ് സംജാതമായി കഴിഞ്ഞു. അതുകേട്ട് മന്ദഹാസത്തോടെ ബ്രഹ്മാവ് പറഞ്ഞു: വാത്മീകി, അങ്ങ് ചൊല്ലിയത് ശ്ലോകം തന്നെയാണ്. ചിന്തയോ വ്യസനമോ അക്കാര്യത്തെക്കുറിച്ച് ഉണ്ടാകേണ്ട. ഇതെല്ലാം എൻ്റെ ഇച്ഛ പോലെ തന്നെ നടന്നതാണ്. ശ്രീരാമചന്ദ്രൻ്റെ കഥ ശ്ലോകത്തിൽ നിർമ്മിക്കൂ. നാരദൻ പറഞ്ഞതുപോലെ ഈ ശ്ലോകത്തിൽ സൽഗുണസമ്പന്നനും മഹാത്മാവും ബുദ്ധിശാലിയും ധീരനുമായ ശ്രീരാമചന്ദ്രൻ്റെ കഥ വിരചിക്കുക. ലക്ഷ്മണ സന്നിഹിതനായ ദാശരഥിയുടെ രഹസ്യവും വ്യക്തവും അവ്യക്തവുമായ സീതാചരിത്രവും രാക്ഷസന്മാരുടെ കഥയും മറ്റാരാലും അറിയുവാൻ സാധിക്കാത്തതെല്ലാം ഭവാൻ അറിയപ്പെടും. അങ്ങ് നിർമ്മിക്കുന്ന ഈ കാവ്യത്തിൽ ഒരൊറ്റ പാഴ്വാക്കും ഉണ്ടാവുകയില്ല. പുണ്യവും മനോഹരവുമായ രാമായണം ശ്ലോകരീതിയിൽ തയ്യാറാക്കൂ. പർവ്വതങ്ങൾ, പുഴകൾ എന്നിവ ഭൂമിയിൽ ഉള്ളയിടത്തോളം കാലം രാമായണ കഥ പ്രചരിക്കും. കാലഘട്ടത്തിലും അതിനുശേഷവും അങ്ങ് എൻ്റെ ലോകത്തിൽ വസിക്കും. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ നിന്നും മറഞ്ഞു. ശിഷ്യന്മാരോട് കൂടിയ വാത്മീകിക്ക് ആശ്ചര്യം തോന്നി. തപോവാസികളായ അന്തേവാസികൾ ആ ആദ്യ ശ്ലോകം വീണ്ടും വീണ്ടും പാടി. സമാക്ഷരവും ചതുഷ്പാദങ്ങളുമുള്ള ശോകത്തിൽ നിന്നും ഉത്ഭവിച്ച ആ ശ്ലോകത്തിൽ തന്നെ രാമായണം രചിക്കുവാൻ പുണ്യാത്മാവായ വാത്മീകി തീർച്ചപ്പെടുത്തി. മനോഹരങ്ങളായ വൃത്തങ്ങളും പദങ്ങളും അനേകം അർത്ഥങ്ങളും ഒത്തുചേർന്ന അനേക ശതം ശ്ലോകങ്ങളെക്കൊണ്ട് അനശ്വരനും യശസ്വിയുമായ വാത്മീകി മഹർഷി അങ്ങനെ രാമചരിതം നിർമ്മിച്ചു. ഉത്തമമായ പദസമാസവും സന്ധിയുമൊത്തു ചേർന്ന് മനോഹരാർത്ഥങ്ങൾ നിറഞ്ഞ രാവണവധം വിവരിക്കുന്ന രാമായണം സശ്രദ്ധം കേൾക്കുവിൻ. ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം വ്യക്തമായി മനസ്സിലാക്കുവാൻ വിധി പോലെ കർമ്മങ്ങൾ ചെയ്ത് കിഴക്കോട്ട് തലയാക്കി വിരിച്ച ദർഭാസനത്തിൽ കൈകൂപ്പിയിരുന്ന് ഭഗവാൻ വാത്മീകി ജ്ഞാനമാകുന്ന തൃക്കണ്ണുകൾ മിഴിച്ചു. ആ കണ്ണുകൾക്ക് മുന്നിൽ ഓരോന്നോരോന്നായി തെളിഞ്ഞു തുടങ്ങി. ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ, അയോധ്യാരാജ്യം, മഹാരാജ ദശരഥൻ്റെ പത്നിമാർ, അവരുടെ അനുഭവങ്ങൾ, മാത്രമല്ല ഓരോ വ്യക്തിയും ചിരിച്ചത്, പറഞ്ഞത്, പോയത്, ചെയ്തത് എല്ലാം അദ്ദേഹത്തിൻ്റെ ദിവ്യദൃഷ്ടിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. മഹാതപസ്സാർജിച്ച ആ യോഗീശ്വരൻ ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ അഭിരാമനായ ശ്രീരാമൻ്റെ ചരിത്രം വ്യക്തമായി കണ്ടു. കാമം, അർത്ഥം എന്നീ പുരുഷാർത്ഥങ്ങളെ ശ്രേഷ്ഠമായി കൂട്ടിയിണക്കിയും അർത്ഥം, ധർമ്മം എന്നിവയുടെ പ്രതിപാദനം വിസ്തൃതമാക്കിയും
അമൂല്യ രത്നങ്ങളടങ്ങിയ അലയാഴി പോലെയും ആപാത മധുരമായും വംശ നെടുനായകനായ ശ്രീരാമൻ്റെ ചരിത്രം ശ്രീ നാരദ മഹർഷി പറഞ്ഞു കേൾപ്പിച്ചതുപോലെ ഭഗവാൻ വാത്മീകി രചിക്കുവാൻ തുടങ്ങി. ശ്രീരാമദേവന്റെ ജനനം, ലോകപ്രിയങ്കരനായ ദാശരഥിയുടെ ക്ഷമ, സൗമ്യത, സത്യം തുടങ്ങിയ സത്സ്വഭാവം, വിശ്വാമിത്ര സമാഗമം, അന്യകഥാകഥനം, ശൈവചാപ ഭഞ്ജനം, സീതാ സ്വയംവരം, ശ്രീരാമ പരശുരാമ സമാഗമം, രഘുരാമ സദ്ഗുണം, അഭിഷേകാരംഭം, കൈകേയിയുടെ കുതന്ത്രം, അഭിഷേക വിഘ്നം, വനവാസയാത്ര, ദശരഥ വിലാപം, പരലോക ഗമനം, പ്രജാവിലാപം, പൗരന്മാരെ പറഞ്ഞയക്കൽ, ഗുഹാസംഗമം, സൂതനിവർത്തനം, ഗംഗാനദീതരണം, ഭരദ്വാജ മുനീന്ദ്ര ദർശനം, ഋഷീശ്വര നിർദ്ദേശമനുസരിച്ച് ചിത്രകൂടാചല ഗമനം, പർണശാല നിർമ്മാണം, ഭരത ആഗമനം, ശ്രീരാമദേവ പ്രസാദനം, പിതാവിന് ഉദയക്രിയ, ദാനം, പാതുക പട്ടാഭിഷേകം, നന്ദിഗ്രാമവാസം, ദണ്ഡകാരണ്യ ഗമനം, വിരാധവധം, ശരഭംഗ ദർശനം, സുതീഷ്ണ സമാഗമം, അനസൂയ സാമീപ്യം, അംഗരാഗാർപ്പണം, അഗസ്ത്യദർപ്പണം ദർശനം, ധനുഗ്രഹണം, പക്ഷിരാജാവായ ജഡായുവിനോടുള്ള ചേർച്ച, ശൂർഭണക സംവാദം, വൈരൂപ്യം, ഖരദൂഷണൻ ത്രിശിരസ് തുടങ്ങിയ പ്രമുഖരായ രാക്ഷസ നിഗ്രഹം, രാവണൻ്റെ പുറപ്പാട്, മാരീച വധം, സീത അപഹരണം, ശ്രീരാമ വിലാപം, പക്ഷിരാജ സംവാദം, കബന്ധ ദർശനം, പമ്പാതീര പ്രവേശം, ശബരീ ദർശനം, പമ്പാതീരത്തിൽ നിന്നുണ്ടായ വിലാപം, ഹനുമ ദർശനം, ഋഷ്യമൂകാചല ഗമനം, സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, താരാവിലാപം, സുഗ്രീവ അഭിഷേകം, ചതുർമാസ്യം, രാഘവ രോഷം, കപിസൈന്യ സജ്ജീകരണം, അങ്കുലീയ ദാനം, വാനര ബിലദർശനം, പ്രയോപ്രവേശം, പർവ്വതാരോഹണം, സമ്പാദി ദർശനം, സാഗരതരണം, സമുദ്രവചനം, മൈനാകാതിഥ്യം, ഛായഗ്രഹണം, സിംഹികാ നിധനം, ലങ്കാരാജ്യത്തിലെ മലയപർവ്വത ദർശനം, നിശാകാല ലങ്കാപ്രവേശം, മാരുതി ചിന്തനം, ആപാന ഭൂമിഗമനം, അവരോധ പ്രവേശം, പുഷ്പക വിമാനം, രാവണ അന്തഃപുരം തുടങ്ങിയവയെ കണ്ടെത്തൽ, സുഖസുഷുപ്തിയിൽ കിടക്കുന്ന ദശാനന സന്ദർശനം, അശോക വനികായാനം, സീതാവലോകനം, അഭിജ്ഞാന പ്രദാനം, രാക്ഷസീ തർജനം, ഹനുമൽ സീതാ സംവാദം, ത്രിജടാ സ്വപ്നദർശനം, ചൂടാമണിദാനം, അശോകവനികാ ഭഞ്ജനം, മാരുതി ബന്ധനം, ലങ്കാദഹനം, സാഗര പ്രതിപ്ലവനം, മധുമനുഭംഗം, രാഘവാശ്വാസനം, സമുദ്രസംഗമം, നളസേതുബന്ധനം, വിഭീഷണ സംസർഗം, സമുദ്രലംഘനം, പഥോപായ നിവേദനം, കുംഭകർണവധം, മേഘനാഥ നിധനം, രാവണ നിഗ്രഹം, സീതാ സമാഗമം, വിഭീഷണാഭിഷേകം, അയോധ്യാഗമനം, പുഷ്പക ആരോഹണം, ഭരദ്വാജാശ്രമ പ്രവേശം, മാരുതി പ്രേഷണം, ഭരതദർശനം, ശ്രീരാമ പട്ടാഭിഷേകം, സർവസൈന്യ വിസർജനം,
രാമരാജ്യ പരിപാലനം തുടങ്ങി രാമചന്ദ്രനിൽ അനുഭവിക്കാൻ പോകുന്നതടക്കം ആദ്യ കാണ്ഡങ്ങളിലും സീതാപരിത്യാഗം, സ്വർഗാരോഹണം മുതലായവ കാണ്ഡങ്ങളിലും ഭഗവാൻ വാത്മീകി രചിച്ചു. ഉത്തമ ഗുണപൂർണമായ പട്ടാഭിഷേകാദികളടക്കം ശ്രീരാമൻ അനുഭവിക്കാൻ പോകുന്നതുകൂടി മുനീന്ദ്രൻ ആദികാവ്യത്തിൽ നിർമ്മിച്ചു. വിചിത്ര പദങ്ങളും അർത്ഥങ്ങളും ഒത്തിണങ്ങിയ 24,000 ശ്ലോകങ്ങളാണ് 500 സർഗങ്ങളിലായി ശ്രീ വാത്മീകി രാമായണത്തിലുള്ളത്. പ്രാധാന്യമർഹിക്കുന്ന സംഭവങ്ങൾ ആദ്യകാണ്ഡങ്ങളിൽ, ശ്രീരാമദേവൻ അനുഭവിക്കാൻ പോകുന്നത് ഉത്തരകാണ്ഡത്തിൽ, ഈ ക്രമത്തിലാണ് രാമായണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്.